ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി സ്നാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനായിട്ട് ഒരു 2 കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആവണ വരെ അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതേപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി അത് നമ്മൾ ഒരു പത്തിരിയുടെ പ്രസ് ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് പരത്തിയെടുക്കാം. എന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് റൗണ്ടിൽ തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയൊരു ചപ്പാത്തി വലുപ്പത്തിൽ ഇങ്ങനെ ഇതിനെ പരത്തിയെടുക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ അത്ര വലുപ്പത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാനിൽ ഇതെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമ്മളിപ്പോൾ പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായി വേവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അതിനുശേഷം ഇതിനെല്ലാത്തിനെയും നമുക്ക് നടുവിലേടെ ഒന്ന് കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ചിക്കനും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടി വഴറ്റി ചിക്കൻ വേവുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക. ചിക്കൻ വെന്തതിന് ശേഷം ഞാനൊരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് അതൊന്ന് വഴണ്ട് വരുന്നത് വരെ അത് വേവിച്ചെടുക്കുക. ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് ഒന്നും കൂടി ആ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതും കൂടി ആഡ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് തക്കാളിൻ്റെ പകരം കുറച്ച് തക്കാളി സോസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തക്കാളി സോസ് ഇല്ലെങ്കിൽ ഒരു തക്കാളി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ തക്കാളി സോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഫില്ലിങ് നമ്മളെ ഷീറ്റിലേക്ക് നിറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ 2 ടീസ്പൂൺ മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കി നമ്മളെ ഫില്ലിങ്ങിൽ ഒട്ടിക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മൈദ ഷീറ്റ് ഇതേപോലെ കോണ് രൂപത്തിലാക്കി പരത്തി നമ്മളെ മൈദ പശ കൊണ്ട് ഒട്ടിച്ച് ഇതേപോലെ കോണ് രൂപത്തിലാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് നിറക്കുക. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മളെ മൈദ ഷീറ്റിലും നമ്മളെ ഫില്ലിങ് നിറക്കുക. ഇനി നമ്മുടെ കുനാഫ സേമി ഇല്ലേ, ചെറിയ സേമി, അത് ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഒരു കോട്ടായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു മാവ് തന്നെ നമ്മൾ ഈ കോണിൻ്റെ മുകളിൽ മൈദൻ്റെ ഈ പശ പോലെയുള്ളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ കാണിച്ചില്ല ഈ സേമി ഒരു കോട്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ കോണുകളും ഇതേപോലെ ചെയ്തെടുക്കുക. ഞാനൊരു 9 കോണാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള ഷീറ്റുകൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഞാൻ ഇത് ഓരോന്നായിട്ട് എടുത്ത് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. കാരണം കുറേ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഹെൽത്തിയുമാണ്.
അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക.